എല്ലാവർക്കും നമസ്കാരം. വയോധികരിൽ അഥവാ ജീറിയാട്രിക്സ് ആൻഡ് ക്യാൻസർ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മുടെ ഒരു മീഡിയൻ ലൈഫ് സ്പാൻ ഓരോ വർഷം കൂടുന്തോറും ഇന്ത്യയിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു 60 വയസ്സ് 65 വയസ്സിൽ വാർദ്ധക്യം എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ 75-80 വയസ്സിലും നല്ല ചുറുചുറുപ്പോടുകൂടിയാണ് മിക്ക ആളുകളുള്ളത്. അപ്പോൾ കൂടുതൽ ലൈഫ് സ്പാൻ കൂടുമ്പോൾ ഡെഫിനറ്റായിട്ട് കൂടുന്നൊരു അസുഖവുമാണ് ക്യാൻസർ. മോർ യു ലീവ് ദർ ഇസ് മോർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ക്യാൻസർ. അങ്ങനെയാണ് ശരിക്കും പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ വരും പോപ്പുലേഷനിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഒരു വലിയൊരു പോപ്പുലേഷൻ ക്യാൻസർ പേഷ്യൻസ് ഒരു 70 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ക്യാൻസേഴ്സ് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആ പോപ്പുലേഷനിൽ മാത്രമുള്ള രോഗികളിൽ മരുന്നുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ജീറിയാട്രിക് പോപ്പുലേഷൻ ഭയങ്കര ചലഞ്ചിങ് പോപ്പുലേഷനാണ്. കാരണം അവർക്ക് വേറെ കുറേ അസുഖങ്ങളുണ്ട്. ഹാർട്ടിൻ്റെ ആയിരിക്കാം, കിഡ്നിയുടെ ആയിരിക്കാം, ലിവറിൻ്റെ ആയിരിക്കാം, BP-യുടെ ആയിരിക്കാം, ഷുഗറിൻ്റെ ആയിരിക്കാം. ഈ മരുന്നുകളുടെ ഒപ്പം ക്യാൻസർ മരുന്നും കൂടിയും കൂട്ടിക്കൊണ്ടുപോകണം. എല്ലാത്തിൻ്റെയും പാർശ്വഫലങ്ങളുടെ ഒപ്പം ഈ മരുന്നും കൂടി നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റീവ് ജീറിയാട്രിക് ഓൺകോളജി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റുകൾ ഇപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ആരംഭിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായി വരുന്ന ക്യാൻസറിൽ ഒരു മിക്ക ക്യാൻസറുകളും ക്യൂറിനെക്കാട്ടിലും കൂടുതൽ കൺട്രോൾ ചെയ്ത് ബുദ്ധിമുട്ടില്ലാതെ ആയുസ് നീട്ടിക്കൊണ്ടു പോവുകയും ചികിത്സയുടെ പാർശ്വഫലങ്ങൾ കുറഞ്ഞ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞതിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ മിക്ക ചികിത്സകളുടെ ലക്ഷ്യം. പുതിയ സൈഡ് ഇഫക്റ്റ് കുറഞ്ഞ മരുന്നുകൾ ഒക്കെ വന്നതിന് ശേഷം ഒരു ജീറിയാട്രിക് ഓൺകോളജി പേഷ്യൻറ്റ്, പണ്ടൊക്കെ നമ്മളൊരു ചികിത്സയുമില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് മിക്കവർക്കും ഇപ്പോൾ ചികിത്സ ലഭ്യമാണ്. നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് നമുക്ക് മിക്ക രോഗികൾക്കും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജീറിയാട്രിക് ഓൺകോളജി ഒരു ഫ്യൂച്ചർ ഫീൽഡ് ഓഫ് ഓൺകോളജിയാണ്. അതിലേക്ക് എല്ലാവരും ഇപ്പോൾ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു.